ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതായത് വാട്ട് ദേ വാണ്ട് ടു സേ, ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇനി ഈ റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഷഫിൾ ചെയ്ത് എടുത്തിട്ടുള്ള കാർഡുകളാണ്. അപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ വാട്ട് ദേ വാണ്ട് ടു സേ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഓഫ് സോഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഇത് ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റ്, സെപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളെ കാണിക്കുന്ന ഒരു കാർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ മിക്കവാറും നിങ്ങൾ ഒരു ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ സെപ്പറേഷനിലോ കുറച്ച് നാളുകളായിട്ടോ അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടോ ഒക്കെ ഇങ്ങനെ ആയിരിക്കാം. ഒരു സെപ്പറേഷൻ പീരീഡിലായിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലെങ്കിലും ആയിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് റീസൺ കൊണ്ടാണെങ്കിലും ഈ സമയത്ത് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടുന്ന ഒരു, അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നൊരു കാർഡ് 5 ഓഫ് വാൻഡ്സ് ആണ്. 5 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് നിങ്ങൾ എൻ്ററായി റിലേഷൻഷിപ്പിലേക്ക് വന്നു, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് പുറമേ ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ പലതിനും നോ പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതായത് ഇവർ ചെയ്യുകയും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ പറയുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, പല കാര്യങ്ങൾക്കും നോ പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളെന്ന പേഴ്സണ് നോ പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അങ്ങനെ നോ പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല പല കാര്യങ്ങളും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ചെയ്തുകൊണ്ടിരുന്നത് ബോട്ടിലിംഗ് യുവർ ഫീലിങ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഫീലിങ്സൊക്കെ ഒരു ബോട്ടിലിനുള്ളിലാക്കി വെക്കുന്ന പോലെ നമ്മൾ കംപ്രസ് ചെയ്ത് പിടിക്കുന്നു അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് പിടിക്കുന്നു, ആ ഒരു അവസ്ഥയ്ക്കാണ് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈ വ്യക്തിയോട് തുറന്ന് പറയണമെന്ന് ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഫീലിങ്സൊക്കെ ഹൈഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവർക്കത് വിഷമമാകും, അല്ലെങ്കിൽ പലതരത്തിലുള്ള വഴക്കുകൾ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡീപ്പിലേക്ക് പോയ സമയത്ത് ഇതെല്ലാം ഹൈഡ് ചെയ്ത് പിടിച്ചു, ഒരു വഴക്ക് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളത് ഹൈഡ് ചെയ്ത് പിടിക്കുകയായിരുന്നു. അപ്പോൾ സെയിം രീതിയിൽ അവരും കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് പിടിച്ചു. അവരുടെ നിങ്ങളോട് നോ പറയാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങളൊന്നുമല്ല, അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അവരും ഹൈഡ് ചെയ്ത് പിടിച്ചു. അതായത് നിങ്ങൾ തമ്മിലൊരു ഓപ്പണായിട്ട് എല്ലാം മറന്ന് സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ പിടിച്ചു വെച്ചതിന് ശേഷമാണ് അവരും നിങ്ങളുടെ അടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പക്ഷേ ഇവരുടെ ഒരു പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ളതൊക്കെ നോ പറയണം, ഇങ്ങനെയല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഹൈഡ് ചെയ്ത് പിടിച്ചു. പക്ഷേ അവർ നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചു. അത് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അവർ മറച്ചു വെച്ചു എന്നുള്ള കാര്യം. അപ്പോൾ അത് തുറന്ന് ചോദിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, പക്ഷേ ഇത് എല്ലാവർക്കും ഒരേപോലെ ആകണമെന്നില്ല. ചിലപ്പോൾ ഫോണിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ വരുന്ന കുറച്ച് കള്ളങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നേരിൽ കണ്ട കാര്യങ്ങൾ വരെ ഉണ്ടാകാം. അപ്പം അതൊക്കെ ചോദിക്കാനായിട്ട്, അല്ലെങ്കിൽ അതെന്താണെന്ന്, എന്താണ് ആ സിറ്റുവേഷൻ, എന്താണ് ഞാനിങ്ങനൊരു സംഭവം കണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കണം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു വഴക്കുണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകും. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പ്രീഷ്യസ് ആയിട്ട് രണ്ടുപേരും കൊണ്ടുനടക്കുകയാണ്, അപ്പോൾ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകും എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പോൾ എല്ലാം മനസ്സിലിങ്ങനെ ഒതുക്കി ചിരിച്ചു നിന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ
ഒരു മൂമെൻറ്റ് എത്തിയപ്പോൾ, ഒരു സമയത്ത് എത്തിയപ്പോൾ മനസ്സ് നിങ്ങളുടെ കൈവിട്ട് പോയി. നിങ്ങൾ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് നിങ്ങളങ്ങ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുകയാണ് നിങ്ങളുടെ ഇമോഷൻസ്. ആ ഒരു സമയത്ത് അവരും ഇങ്ങനെ നിങ്ങളുടെ ഒരു ഫേസ് കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് അല്ലാതെ തന്നെ കുറേ കള്ളത്തരങ്ങളുണ്ട്. അപ്പോൾ അവരത് ഹൈഡ് ചെയ്യാനായിട്ട് പലതും മാനിപ്പുലേറ്റ് ചെയ്ത് പറയുകയും അങ്ങനെ മൊത്തത്തിൽ ഇത് കുഴഞ്ഞു മറിഞ്ഞു. അപ്പം നിങ്ങൾ തമ്മിൽ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നടന്നു, നല്ല അടി നടന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച്, ഈ ഒരു വഴക്കുണ്ടായ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടു പേർക്കും പറയാനുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസും അതുപോലെ നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷനും ആവശ്യമാണ്. പക്ഷേ അതൊന്നും അവിടെ വെച്ച് പറയുന്നില്ല, നിങ്ങൾ പിരിഞ്ഞു പോയി. അപ്പം ഒരു എക്സ്പ്ലനേഷൻ തന്നുകൊണ്ട് ഒരു സോറിയൊക്കെ പറയാൻ ആയിട്ടൊക്കെ ഈ ഒരു സമയത്ത് അവർ മനസ്സുകൊണ്ട് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണം. ഇനി ഒരു മൂന്നാമതൊരാൾ വഴിയാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ട് ആ ഒരു സോറിയൊക്കെ പറയണം. പിന്നെ അവരുടെ ട്രൂത്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, ഇനി അവർ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറിയൊക്കെ പറഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഇവിടെ പലപ്പോഴും നിങ്ങളെ ഇമോഷൻസ് നിങ്ങൾ ഹൈഡ് ചെയ്ത് പിടിക്കുമ്പോൾ അത് നിങ്ങളുടെ ഒരു സ്ട്രെസ് ഹോർമോണിൻ്റെ നോർമൽ ഫങ്ഷനെ ബാധിക്കുകയും തുടർന്ന് അതൊരു ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാക്കും. നമുക്കൊരു പ്രതിരോധ ശക്തിയുണ്ട്, അത് തകരാറിലാക്കുന്നത് വഴി പലവിധ അസുഖങ്ങൾ ഉണ്ടാകാനും കൂടാതെ അത് നിങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് വരെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഇമോഷൻസ് ഹൈഡ് ചെയ്ത് പിടിക്കരുത്. ഇമോഷൻസ് ഒരിക്കലും ബോട്ടിൽ ചെയ്ത് വെക്കരുത്, കംപ്രസ് ചെയ്ത് വെക്കരുത്. എന്ത് കാര്യമാണെങ്കിലും അത് ഒരു ഹെൽത്തി മാനറിൽ, ഇതിപ്പോൾ ഈ ഒരു റീഡിങ് സംബന്ധമായിട്ടല്ല ഞാൻ പറയുന്നത്, ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ അതൊരു ഹെൽത്തി മാനറിൽ നിങ്ങളുടെ വ്യക്തിയോട് ഒരു അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് കുന്നുകൂടി വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് അവസാനിക്കുക. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ആരോഗ്യത്തെയും മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അത് ഒരു നല്ല ഹെൽത്തി മാനറിൽ നിങ്ങളുടെ വ്യക്തിയോട് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡ്, ഇത് ചാരിയോട്ട് എന്ന് പറയുന്ന കാർഡാണ്. ഈ ഒരു സമയത്ത് ഇവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ, പല കാര്യങ്ങളും കാര്യകാരണം സഹിതം ഇവർ വിലയിരുത്തി, ആ ഒരു കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവർ വിലയിരുത്തി. ഇവരുടെ മനസ്സിൽ നമ്മളിപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നമ്മൾ വിലയിരുത്തുമല്ലോ. അപ്പം അങ്ങനെ ഈ വ്യക്തിയും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് അവർക്ക് രണ്ട് കാര്യം, ഈ ഒരു കാർഡിൽ കാണുന്ന പോലെയാണ്, ചാരിറ്റി കാർഡിൽ നമുക്ക് രണ്ട് ലയൺ പോലത്തെ രണ്ട് മൃഗങ്ങളെ കാണാനായിട്ട് വരും, ഒന്ന് വൈറ്റ് ഒന്ന് ബ്ലാക്ക്. അപ്പോൾ അവർക്കിങ്ങനെ നെഗറ്റീവും പോസിറ്റീവുമായ ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് അവർ ചിന്തിക്കുന്നു. എങ്കിലും ഈ ഒരു സമയത്ത് ഒരേ ഡയറക്ഷനിൽ രണ്ടുപേരും പോകണമെന്നും ഇവിടെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞു തീർത്ത് ഒരേ ഡയറക്ഷനിൽ പോകണമെന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. പിന്നെ ഏസ് ഓഫ് സോർട്സ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങളിലേക്ക് ഇനി എത്തിച്ചേരാനും നിങ്ങളെ തിരികെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്തിക്കുക എന്നതുമൊക്കെ ഇവരെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം ഓൾറെഡി നിങ്ങൾ സ്മൂത്ത് ഗോയിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അവിടെ മൊത്തത്തിൽ നന്നായിട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡീപ്പിലേക്ക് പോവുകയും രണ്ടുപേരുടെയും പച്ചയായിട്ടുള്ള മുഖങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയും നിങ്ങളെ അല്ലെങ്കിൽ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു പുതിയതായിട്ടുള്ള വ്യക്തിയെ പ്രപ്പോസ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നതിനേക്കാളും ഒത്തിരി ചലഞ്ചിങ് ആണ് ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ കൺവിൻസ് ചെയ്യിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് ഈ വ്യക്തിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയുന്നു, എൻ്റെ സത്യം, അതായത് ആ വ്യക്തിയുടെ സത്യം, ട്രൂത്ത് തെളിയിക്കുവാനും അതുപോലെ തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെയാണെന്നും ഒക്കെ നിങ്ങളെ മനസ്സിലാക്കി തരാനും, നിങ്ങളത് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വന്നില്ലെങ്കിൽ കൂടിയും അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവരുടെ സൈഡിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് സോറി ചോദിക്കാനും ഒക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് ഈ കാർഡിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ 6 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ അവരൊരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് 6 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു കാര്യത്തിന് ആവശ്യമായ കുറച്ച് ന്യൂ ഐഡിയാസ്, അതായത് പുതിയ കുറച്ച് ഐഡിയാസൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ ഈ റിലേഷൻഷിപ്പ് സെപ്പറേറ്റഡ് ആയി പോയിട്ടിരിക്കുന്ന തേർഡ് പാർട്ടി കൊണ്ടായിരിക്കാം, അതായത് ഫാമിലീസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ആളെയും കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് പോയി അവിടെ സെറ്റാകായിരുന്നു, അങ്ങനെയൊക്കെ പൈസ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തത് കൊണ്ടോ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെ എന്തുകൊണ്ടോ ആകാം. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ തരണം ചെയ്യാനായിട്ട് ഒരു ന്യൂ ഐഡിയാസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോട് പറയണം. അല്ലെങ്കിൽ അവർക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടാകാം,
അപ്പോൾ എന്തായാലും അത് നിങ്ങളോട് പറയണം. അപ്പോൾ ഈ ഒരു കാര്യം കിട്ടിയത് കൊണ്ട് തന്നെ അവർ ഭയങ്കര പവർഫുള്ളായി. കാരണം നമുക്കൊരു കുറച്ച് സാമ്പത്തികമായിട്ടൊരു ഭദ്രത വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം ഇവർക്ക് വന്നു. അപ്പോൾ ഇവർ സൊസൈറ്റി ഒന്നും ഈ ഒരു സമയത്ത് പേടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ഈ കാര്യങ്ങളൊന്നും പേടിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ഒന്നുകൂടി മുന്നോട്ട് നല്ല രീതിയിൽ പുതുക്കി കൊണ്ടുപോകാൻ കഴിയും. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് അന്ന് എന്നൊരു കാര്യം, ഞാനിതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നിങ്ങൾ ഈ സൊസൈറ്റി, കാസ്റ്റ് അല്ലെങ്കിൽ ഫാമിലി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പലപ്പോഴും കോൺഫ്ലിക്റ്റിലേക്ക് പോയിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ അതൊക്കെ എനിക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ ആ വ്യക്തി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. പിന്നെ 7 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ എല്ലാ ദിവസങ്ങളിലും തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്വപ്നം കാണുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് അവരാഗ്രഹിക്കുന്നു. ചിലവർക്ക് മാത്രം അവർ വളരെ അധികം സമയങ്ങളും ഡേ ഡ്രീമിങ്, ദിവാസ്വപ്നങ്ങൾ കാണുന്നു എന്ന് നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഐഡിയാസൊക്കെ എനിക്ക് സ്വപ്നത്തിൽ കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനും പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സ് ആണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്കോ ഒക്കെ പോയവരാകാം. എന്നാൽ അവർ അവിടെ നിന്നും പ്രതീക്ഷിച്ച ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ ഇപ്പോൾ പറയുക, ഒരു ആവേശം, അല്ലെങ്കിൽ അവരെന്ത് പ്രതീക്ഷിച്ച് പോയോ അത് അവർക്ക് കിട്ടിയില്ല. ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നില്ല അവർക്ക് ആ ഒരു ഇതിനകത്ത്. അപ്പോൾ ഇപ്പോൾ നല്ല ഒരു ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്, എന്നിട്ട് നമ്മളത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അതിലും നല്ലത് കിട്ടും എന്നുള്ളത്. അതായത് പച്ചപ്പ് തേടി പോകുന്ന പോലെ നമ്മൾ അങ്ങനെ പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരിപ്പോൾ വിചാരിക്കുകയാണ്, അപ്പം ഞാൻ ഏറ്റവും നല്ല ഇതിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതായിരുന്നു നല്ലതെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിൽ അതുപോലത്തെ എന്തോ ഒരു സിറ്റുവേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പം തേർഡ് പാർട്ടി ആകണമെന്നില്ല, നമ്മളിപ്പോൾ ഫാമിലിയിലേക്ക് തന്നെ തിരിച്ച് ചെന്നെങ്കിലും ഫാമിലിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്കെന്ന് പറയാനായിട്ട് ഇവിടെ ഇപ്പം നിലവിൽ ആരുമില്ല, എല്ലാവരും സെൽഫിഷാണ്. അങ്ങനെ മനസ്സിലാക്കി തിരിച്ചു വരുന്ന കുറച്ച് വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നല്ല ഒന്നാണ് താൻ ഉപേക്ഷിച്ചതെന്ന് എന്തായാലും അവർ മനസ്സിലാക്കുന്നു. അത് എന്ത് സാഹചര്യമാണെങ്കിലും ഇവിടെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. പണ്ട് നിങ്ങൾ ഈ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതൊന്നും വലിയ വിലയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുകയാണ് നിങ്ങൾ വളരെ നല്ല ഒരു കേപ്പബിലിറ്റി ഉള്ള ആളായിരുന്നുവെന്നും നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നുവെന്നും ഒക്കെ അവർക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്ന് നീ ചെയ്ത ആ ഒരു കാര്യം നല്ലതായിരുന്നു, എനിക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് 2 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സണ് ഒത്തിരി ചോയ്സുകൾ തരുന്നൊരു കാർഡാണിത്. അപ്പോൾ ഈ പേഴ്സൺ ഒത്തിരി ചോയ്സ് ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സ് ഉണ്ട്, ഉള്ള ഒത്തിരി വ്യക്തികൾ, അതായത് പല ചോയ്സുകളിൽ കൂടി, അതായത് പല വ്യക്തികളിൽ കൂടി ഒക്കെ അടുത്ത് ഇടപെടാനായിട്ട്, പല വ്യക്തികളുമായിട്ട് അടുത്ത് ഇടപെടാനുള്ള ചാൻസൊക്കെ ഇവർക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല ഓപ്ഷൻസൊക്കെ ഇവർക്ക് വരാറുണ്ട്, റിലേഷൻഷിപ്പ് ഓഫറുകൾ വരാറുണ്ട്. പക്ഷേ എങ്കിലും അവർ നിങ്ങളെ തന്നെ വേണം എന്നും ആ ഒരു ഓപ്ഷൻസ് നിങ്ങളോട്, അതായത് എനിക്കിങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, ഇന്നൊരാൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയൊക്കെ ഞാൻ കാര്യങ്ങൾ പഠിച്ചടി, അല്ലെങ്കിൽ പഠിച്ചടാ ഞാൻ അങ്ങനെയാണ്, എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നപ്പോഴാണ് ശരിക്കുമുള്ള മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണേ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ചീറ്റിംഗ് എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് കിട്ടി. അപ്പം എന്നോട് ഇങ്ങനെ പലരും എനിക്ക് ഓഫറുമായിട്ട് വരുന്നുണ്ട്, പക്ഷേ അതൊന്നും ഇന്നതൊന്നും പൊന്നല്ല എന്നെനിക്ക് മനസ്സിലായി എന്നൊരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് നിങ്ങളോട് പറയാനും, അവർക്ക് ഈ ഒരു തെറ്റ് പറ്റിപ്പോയി, എനിക്കിപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്, അപ്പോൾ എനിക്ക് ഈ ഒരു ഓപ്ഷൻസൊക്കെ കിട്ടുന്നുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു 2 ഓഫ് വാൻഡ്സിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു രാജ്യം വിട്ട്, അതായത് എബ്രോഡ് പോകാനായിട്ട് നിൽക്കുന്ന വ്യക്തികളെ കുറച്ച് പേരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോൾ ഇവർക്കിപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ളൊരു ന്യൂ ഐഡിയാസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി സാമ്പത്തികമായിട്ട് ഉയർന്നു, അല്ലെങ്കിൽ നിങ്ങളെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള വലിയ പ്ലാനിങ്ങുകളൊക്കെ ഈ വ്യക്തി നടത്തുന്നുണ്ട്. ഇനി രാജ്യം വിടണമെന്നില്ല, ഇനി രാജ്യത്തിനുള്ളിൽ തന്നെ ലോങ് പ്ലേസിലേക്കൊക്കെ മാറുമ്പോൾ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് സെറ്റിൽ ആകാൻ പറ്റും എന്ന ഈ വ്യക്തിക്കൊരിതുണ്ട്. അപ്പോൾ അവർക്കൊരു ഇന്നർ പവറും കിട്ടുന്നുണ്ട് ഇവിടെ ഈ ഒരു 2 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കണേ. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് എംപ്രസിൻ്റെ കാർഡാണ്.
എംപ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ടും ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എംബറിൻ്റെ ഒരു വൈഫാണ് എംപ്രസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരാകുന്ന ഒരു എംബറിൻ്റെ വൈഫായി നിങ്ങളെ ക്ഷണിക്കാൻ, അവരുടെ ലൈഫിലേക്ക് തിരികെ വിളിക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നു. ഇവിടെ ഒരു എംപ്രസ് കാർഡ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വൈഫ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്കത് നേരെ ഓപ്പോസിറ്റും എടുക്കാവുന്നതാണ്. നിങ്ങളെ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഒരു ക്യൂനായിട്ട് അല്ലെങ്കിൽ കിങ് ആയിട്ടൊക്കെ കൊണ്ടുപോയി അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക്. അത് നിങ്ങളോട് പറയാനായിട്ട് അവരാഗ്രഹിക്കുകയാണ്. അവരതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളെല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകാനായിട്ടാണ് അവരാഗ്രഹിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് 5 ഓഫ് കപ്സ് ആണ്. കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഏതോ ഒക്കെ ഒരു ഫീലിങ്സിൽ അവർ സ്റ്റക്കായി നിൽക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ അതും ഉറപ്പായിട്ടും നിങ്ങളെ കിട്ടാത്തതിലോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താൻ പറ്റാത്തതിലോ ഉള്ള ഒരു മിസ് ഫീലിംഗ് ആണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ അവർക്ക് ഭയങ്കര സാഡ്നെസ് ഉണ്ട്. പാസ്റ്റിലെ പല കാര്യങ്ങളും ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി എൻജോയ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങളെ ഒന്ന് ഇതാക്കാമായിരുന്നു, കാര്യമാക്കാമായിരുന്നു, ഞാൻ ഒത്തിരി അവോയ്ഡ് ചെയ്ത് പോയി, എനിക്കിപ്പോഴാണത് മനസ്സിലായി. അതൊക്കെ ഓർത്തിട്ട് പുള്ളി ഭയങ്കരമായിട്ടും റിഗ്രറ്റ് ചെയ്യുകയാണ്. വളരെയധികം നിങ്ങളിലേക്ക് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ തെറ്റായ ഡിസിഷൻ എടുത്തതിനെ ഓർത്തിട്ട് അവർ റിഗ്രറ്റ് ചെയ്യുന്നു. അവർ നിങ്ങളോട് ക്ഷമ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതൊക്കെ ഏറ്റു പറയണം, എനിക്കിങ്ങനെ തെറ്റായ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാനായിട്ട്, ഡയറക്റ്റ് നിങ്ങളോട് പറയാനായിട്ട്, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയാനായിട്ടൊക്കെ, അല്ലെങ്കിൽ മെസ്സേജിലൂടെ എങ്കിലും അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ മാസ്റ്റർ കാർഡാണ് നമുക്ക് കിട്ടുന്നത്. പേജ് ഓഫ് സോഡ്സ്, അതാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടുന്നത്. ഇതൊരു ഓവറോൾ മൊത്തത്തിൽ നമുക്ക് കിട്ടിയ മെസ്സേജസിനെല്ലാം കൂടെ സമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാർഡാണിത്. അതായത് ഈ പേഴ്സൺ ഇത്രയും നാളും ഒരു ബോക്സിനുള്ളിലായിരുന്നെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സർക്കിളിനുള്ളിൽ ആയിരുന്നു. ഇപ്പോൾ അവർ ആ ഒരു ബോക്സിൽ നിന്ന് പുറത്ത് വന്നിട്ട് ബോക്സിൻ്റെ പുറത്ത് നിന്ന് അവർ നോക്കിക്കാണുകയാണ്. ഈ ബോക്സിനെയും ബോക്സിൻ്റെ ചുറ്റുമുള്ളവരെയും ബോക്സിനുള്ളിലുള്ളവരെയൊക്കെ ഈ വ്യക്തി ബോക്സിൻ്റെ പുറത്ത് നിന്ന് നോക്കിക്കണ്ടാൽ എങ്ങനെ ഇരിക്കും? ബോക്സിനുള്ളിൽ നിന്ന് കണ്ടതുപോലെ ആയിരിക്കും? അല്ല. അപ്പോൾ അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ പറയാനായിട്ട് പറ്റുന്ന ഒരു എക്സാമ്പിൾ. തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. ബോക്സിന് പുറത്ത് വന്നിട്ട് അവർ ചിന്തിച്ചു കാര്യങ്ങളെക്കുറിച്ച്. അതായത് അവരുടെ ഒരു ഇപ്പോഴാണ് അവർക്ക് യഥാർത്ഥമായിട്ടുള്ള കാര്യം മനസ്സിലാകുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവർ ചിന്തിക്കുന്നു. ഡിഫറെൻ്റ് ഐഡിയാസൊക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയ രീതിയിൽ നിങ്ങളിലേക്ക് വരാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്ലാനും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഈ വ്യക്തി ചില സമയങ്ങളിൽ പ്രാക്ടിക്കലായി മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചില സമയങ്ങളിൽ ഇവർ ഇമോഷണലായി മാത്രമേ ചിന്തിക്കുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും പ്രാക്ടിക്കലായി ചിന്തിച്ചാലും പ്രശ്നമാണ്, കൂടുതലും ഇമോഷണലായി ചിന്തിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ഈ പേഴ്സൺ പ്രാക്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഇമോഷണലായിട്ടും രണ്ട് രീതിയിലും ബാലൻസ് ചെയ്ത് ചിന്തിക്കാനായിട്ട് ഇതൊരു ചിന്തിച്ച് അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ ആ ഒരു രഹസ്യം നിങ്ങളെ അറിയിക്കണം. എങ്ങനെയാണ് നമ്മൾ ഒന്നിക്കാൻ പോകുന്നത്, ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഐഡിയകൾ ഇതൊക്കെയാണ് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കൂടാതെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാനും അവരുടെ സിറ്റുവേഷൻസും അവരുടെ ട്രൂത്ത്സും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിക്കൊണ്ട് അവർ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു അത് നിങ്ങളെ അറിയിക്കാനായിട്ടും അവർ ആഗ്രഹിക്കുന്നു. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു റീഡിങ്. അപ്പോൾ ഈ റീഡിങ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.